ജനോപകാരപ്രദമായി നിയമങ്ങൾ ഉപയോഗിക്കാനാണ് പരിശ്രമിക്കുകയെന്ന് പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മുഹമ്മദ് ഷാ. പ്ലീഡർമാരുടെ നിയമനങ്ങളിൽ യോഗ്യത തന്നെയാണ് മാനദണ്ഡമെന്നും മുഹമ്മദ് ഷാ കൊച്ചിയിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, ആ നിയമങ്ങൾ ജനോപകാരപ്രദമായി മാറുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടെക്നിക്കാലിറ്റി പറഞ്ഞൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തേ മതിയോ. ത്വരിത ഗതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് CM വി ഡി സതീശൻ CM ആയതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു സ്വിഫ്റ്റ്നെസ് ഉണ്ട്. വളരെ സ്പീഡിലാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, പഠനം നടത്താൻ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു പാളിച്ച ഒരിക്കലും നിയമപരമായി ഉണ്ടാകാൻ പാടില്ല. എക്സിസ്റ്റിംഗ് നിയമത്തിൽ തന്നെ പല മാറ്റങ്ങളും ആവശ്യമായിട്ടുണ്ട്. കാരണം പല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ ടെക്നിക്കാലിറ്റി പാടില്ല. ആ ടെക്നിക്കാലിറ്റി ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെയൊക്കെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിവിധി കാണുക എന്നതാണ്. അതിന് അത്തരം ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ഇതുവരെ വിമർശിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ ടെക്നിക്കാലിറ്റി, റെഡ് ടൈപ്പിസം ഇതിലൊക്കെ കുടുങ്ങി നിൽക്കാൻ പാടില്ല. ഒരു ഓഫീസർ കുറി എഴുതി, മോളിൽ മറ്റൊരു കുറി എഴുതി അവിടെ ചെല്ലുമ്പോഴത്തേന് ആ ഗവൺമെൻറ് പ്രയത്നം ഇല്ലാതാകുന്ന തരത്തിലാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ഓഫീസർ വന്നിട്ട് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാലോ അത് നിയമപരമായി ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു സ്പീഡുണ്ടാവും. അതായത് CD സതീശൻ ഗവൺമെൻറ്റിൻ്റെ സ്വിഫ്റ്റ്നെസ് ലീഗൽ പ്രോസസ്സിലും ഉണ്ടാകും. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിൽ വരുന്നതാണ് എല്ലാ സംവിധാനവും. അതിലൊരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ് ഞാൻ. ഈ അപ്പോയിൻമെൻറ്റ്സിലൊക്കെ മെറിറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിരിക്കും. ആ അപ്പോയിൻമെൻറ്റ്സിൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ മെറിറ്റിൻ്റെ ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കണക്ക്. ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളുമൊക്കെ പരമാവധി മെറിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം. പൊളിറ്റിക്കലി അഫിലിയേഷൻ എന്നതും ഈ പറഞ്ഞ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി പൊളിറ്റിക്കലി ഏലിയനായിട്ട് നിൽക്കുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഡിഫെൻഡ് ചെയ്യാൻ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ അപ്പോയിൻമെൻറ്റ് നടത്തും. കോടതിയെ സപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് പ്രോസിക്യൂട്ടർമാരുടെയും അല്ലെങ്കിൽ ഗവൺമെൻറ് ക്ലർക്കർമാർക്കും ഉള്ളത്. ആ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ദിവസങ്ങൾക്കകം കേരളത്തിലുണ്ടാകും.